ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ട്. അപ്പൊ ചില സീരിയൽസിന് മാത്രമേ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ഉള്ളൂ. അപ്പൊ ഈ സീരിയലിൽ എന്തായാലും വിഷു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. നമ്മുടെ ബാലൻ രാവിലെ തന്നെ എല്ലാവർക്കും ഉള്ള വിഷുക്കണിയും അതുപോലെ തന്നെ എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി പ്രൊമോ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ തമിഴിൽ നമ്മുടെ മലയാളികൾക്ക് വിഷു ആണെങ്കിൽ തമിഴിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആചാരമുണ്ട്, വിനായക ചതുർത്ഥി എന്ന് പറയും. അപ്പൊ ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടായ ഭാഗമായിട്ടാണ് ഇതിന്റെ കൂടെ പറയാൻ പോണത്. അപ്പൊ അതും കൂടി അതിന്റെ ഒരു ഇത് വിഷു ആണ്ട് പറയണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ വിനായക ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവിയുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബാലിലാണെന്നുണ്ടെങ്കിൽ മീനാക്ഷിയുടെ വീട്ടുകാരെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ദേവിയുടെ വീട്ടുകാരെയാണ്. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതെന്നല്ല, എല്ലാ കാര്യത്തിലും നമ്മുടെ ബാല ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഉദയഭാനുക്കും അതുപോലെ തന്നെ ശ്രീകലക്കുമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എന്ത് പരിപാടി വിളിച്ചാലും ശ്രീകല കുറച്ച് റോൾഡ് ഗോൾഡ് പൊതിഞ്ഞ കുറച്ച് ആഭരണങ്ങളായിട്ടാണ് വരുന്നത് ദേവിമോൾക്ക് കൊടുക്കാനായിട്ട്. അത് കാണുമ്പോൾ മിത്രക്കും മീനാക്ഷിക്കും ചിരിയായിട്ട് വരുന്നത്. കാരണം അവർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അതൊന്നും മനസ്സിലായില്ല. പക്ഷെ സത്യങ്ങൾ മനസ്സിലായി മീനാക്ഷിയും മിത്രയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കും. വേറൊന്നുമല്ല, ഇവരുടെ സമ്മതിക്കണം. എന്തൊരു സന്തോഷത്തോടു കൂടി തന്നെയാ ഈ റോൾഡ് ഗോൾഡ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ വന്നാ പോരെ, എന്തിനാ ഇങ്ങനെ ആഡംബരം കാണിക്കണത് എന്നൊക്കെ പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട്, എന്റെ മീനാക്ഷി ചേച്ചി ഒന്നും പറയണ്ട, അവരായി അവരുടെ പാടെ, നമ്മൾക്കൊന്നും അവരുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറയില്ല. അങ്ങനെ നോണകൾ വെച്ച് കൂട്ടി വെച്ചൊരു കുടുംബമാണ് അവര് എന്നൊക്കെ പറയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലും ആഘോഷത്തിലൊക്കെ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാലൻ രാവിലെ തന്നെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മിത്രയും അതുപോലെ തന്നെ മീനാക്ഷിയും അതുപോലെ തന്നെ നമ്മുടെ ദേവി 3 മരുമക്കളും കൂടി വിഷുക്കണിയും കാര്യങ്ങളൊക്കെ ഒരുക്കുവാണ്. കൂടെ ഗോമതി ഉണ്ട്. അപ്പൊ ആദ്യം മീനാക്ഷിയാണ് നമ്മുടെ ആകാശിനെ വിളിച്ചിട്ട് വിഷുക്കണി കാണിച്ചു കൊടുക്കുകയാണ്. ആകാശ വിഷു ഇങ്ങനെ തൊട്ട് തൊഴുന്നുണ്ട്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മിത്ര നമ്മുടെ ആര്യനെ കൊണ്ടിട്ട് വിഷുക്കണി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനന്ദിനെ കൊണ്ടിട്ട് ദേവിയും വിഷുക്കണി കാണിക്കുമ്പോൾ ബാലിനെ കൊണ്ട് വിഷുക്കണി കാണിക്കുന്നത് നമ്മുടെ ഗോമതിയാണ്. നമ്മുടെ ധർമ്മനെ മാത്രം പെണ്ണില്ലാത്തതുകൊണ്ട് ധർമ്മൻ എനിക്ക് മാത്രം വിഷുക്കണി കാണിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ആര്യം പറയണ്ട്, എന്റെ മാമൻ നോക്കിക്കോ, അടുത്ത വർഷം മാമന്റെ കൂടെ ഒരു പെണ്ണുണ്ടാവും. സത്യമാണോടാ, നീ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോടാ? പിന്നില്ലാതെ കണ്ടുവച്ചിട്ടുണ്ടെന്നേ, ഉറപ്പായിട്ട് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ ആകാശേട്ടാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ. ആനന്ദേട്ടന്റെ ദേവിയേട്ടത്തിന്റെ വിവാഹത്തിന് മാമനെ ഒരു പെണ്ണ് സെറ്റ് ആയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പോടാവുന്നു, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയാണ്. നോണയൊന്നും പറയണ്ട, ഞങ്ങൾ ഈ കാര്യം ശ്രീദേവിച്ചെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിരിക്കുക. ദേവിയെടുത്തിട്ട് ചോദിക്കട്ടെ, ആ പെണ്ണിന്റെ കുടുംബകാര്യങ്ങളൊക്കെ ദേവിയെടുത്തിട്ട് അറിയായിരിക്കുമല്ലോ, അവരുടെ കുടുംബത്തിലെ ബന്ധുക്കളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരായിട്ട് തന്നെ ധർമ്മ മാമന്റെ വിവാഹം ഞങ്ങൾ ഉറപ്പിക്കുമെന്ന് പറയാണ്. ധർമ്മനും ഭയങ്കര സന്തോഷമാണ്. ധർമ്മന്റെ വിവാഹം ഒരു 2 മാസത്തിൽ തന്നെ ധർമ്മന്റെ വിവാഹം ഉണ്ടാവട്ടോ. അത് കയറി വരുന്നത് ലോ കൂടായ്പ പെണ്ണാണ് കയറി വരുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ ദൈവമംഗലം മുടിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പെണ്ണാട്ടോ അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ ധർമ്മന്റെ വിവാഹം കഴിഞ്ഞിട്ട് അപ്പൊ ആ പെണ്ണാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളെ വഴി തെറ്റിക്കണത്. അനുമോളെ അലോകിനെയും കൊണ്ട് അതാണ് അവരെ ലവ് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ ലൈൻ അടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവര് തമ്മിൽ ഡേറ്റിങ്ങിന് പോകാൻ അറേഞ്ച് ചെയ്യണതൊക്കെ തന്നെ ഈ പെണ്ണാണ് കേട്ടോ. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ഇപ്പൊ വിഷുവിന്റെ സ്പെഷ്യൽ എപ്പിസോഡിൽ ആർക്കും ആരുടെ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും അടിച്ചു പൊളിക്കാണ്. അപ്പൊ വിഷു കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ എല്ലാവർക്കും 100 രൂപയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കണത് കാണിക്കണത്. നമ്മുടെ ദേവിമോൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാതിരിക്കില്ല. കാരണം ദേവിമോളാണല്ലോ ഫേവറേറ്റ് മകൾ പറഞ്ഞത്. തന്റെ മക്കളെക്കാളും ബാലിന് ഏറ്റവും ഇഷ്ടം ദേവിമോളെയാണ്. അങ്ങനെ ദേവിമോൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ശരിക്കും മറ്റേ തമിഴിൽ ഈ ഒരു വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞ സംഭവത്തില് നമ്മുടെ ആ മയിൽവാഹനം, അതായത് ദേവിയുടെ അതിലെ പെണ്ണിന്റെ പേര് മയിൽവാഹനം എന്നാണ്. അപ്പൊ മയിലിന് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ മിത്രക്കും മീനാക്ഷിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അതിലും ഒരു വേർതിരിവ് ബാലൻ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഉദയഭാനു ഇങ്ങനെ ബാലിനോട് കുറച്ച് പണം മേടിക്കാൻ വേണ്ടി വരുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് പണം തരണം, ഞങ്ങൾ അത്ര സാമ്പത്തിക സ്ഥിതി ഞങ്ങളുടെ മോശമൊന്നുമല്ല, പക്ഷെ ബാങ്ക് ഇത്തിരി മരവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പൈസ ഒന്നും എടുക്കാൻ പറ്റില്ല. ബാലിനൊരു 10-15,000 രൂപ ഒന്ന് കടം തരണം എന്ന് പറയാണ്. ബാലൻ ആ പൈസ നമ്മുടെ ഉദയഭാനുക്ക് കൊടുക്കണ്ട. ഉദയഭാനു തിരിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ. പക്ഷെ ബാലനോട് പറയണ്ട ഉദയഭാനു, ബാല ആ പൈസ ഞാൻ തരട്ടെ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ ബാലൻ പറഞ്ഞു, വേണ്ട 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 സർ, നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ആണോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ആ പൈസ മേടിക്കില്ല. അപ്പൊ ആര്യൻ നമ്മുടെ ആകാശിനോട് പറയും, കണ്ടില്ലേ ഏട്ടാ, നമുക്കൊരു 10 രൂപ തന്നെങ്കിൽ എന്തൊക്കെ കണക്കാ ചോദിക്കണത്. ദേവിയെടുത്തിൽ അച്ഛന് ഒരു 10,000 രൂപ കടം കൊടുത്തു, എന്തോ ബാങ്ക് പൈസ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ പൈസ ദേവിയെടുത്തിൽ അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറയാണ്. എന്തൊരു കാര്യം, നമുക്കൊരു 10 രൂപ എങ്ങനെ ചെലവാക്കാൻ എന്തൊക്കെയാണ് അച്ഛൻ പറയണത്. അത് ശരിയാടാ, ഞാനും അത് ശ്രദ്ധിച്ചു. എന്തൊക്കെ പറഞ്ഞാൽ ദേവിയെടുത്തത് ഭയങ്കര കാര്യമാണ് നമ്മുടെ അച്ഛന്. നമ്മുടെ ഭാര്യമാർക്ക് പോലും ഇത്ര സ്നേഹമൊന്നുമില്ല. അത് വേറൊന്നുമല്ല ഏട്ടാ, നമ്മൾ ഒളിച്ചോടി വിവാഹം കഴിച്ചിട്ട് സെറ്റപ്പാണ് അച്ഛന്. മറ്റേ ദേവിയെടുത്ത് അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടിയല്ലേ, ആനന്ദേട്ട വിവാഹവും കഴിച്ചു. അപ്പൊ അറേഞ്ച് മാരേജ് ആയണ്ട അച്ഛൻ ഇത്ര താല്പര്യം. നമ്മളൊക്കെ ഒളിച്ചോടി ഓടിപ്പോയി വിവാഹം കഴിച്ചതല്ലേ, അതുകൊണ്ട് നമ്മുടെ ഒരു ഇഷ്ടക്കുറവാണ്.
എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മുടെ കുടുംബത്തില് അച്ഛനിങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ എന്നാലും ഒരു പക്ഷാഭേദം കാണിക്കുമ്പോൾ നമുക്കൊക്കെ ഇത് അറിയാട്ടാ. നമ്മളും ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കണ്ടു വളർന്നതാണ്. പക്ഷെ നമ്മുടെ ഭാര്യമാര് മിത്രക്കും മീനാക്ഷിക്കും അതൊട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് ആകാശ് പറയുമ്പോഴേക്കും ആര്യം പറഞ്ഞിട്ട് അത് ഏട്ടൻ പറഞ്ഞ ശരിയാണ്. ദേവി എടുത്തത് മാത്രം ഒരു പ്രത്യേക സ്നേഹം കാണിക്കുമോ? മിത്രക്കും മീനാക്ഷിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു അച്ഛന്റെ സ്നേഹം അവർക്ക് വേണോന്നുള്ളത്. പക്ഷെ അതൊട്ടും തന്നെ അച്ഛൻ കൊടുക്കുന്നില്ല. നോക്കാം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷി അതുപോലെ തന്നെ നമ്മുടെ മിത്രയും കൂടിയിട്ട് മിത്രയുടെ പിറന്നാളിന് ഒരു കേക്ക് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വില കൂടിയ ഒരു കേക്കാണ് വാങ്ങിക്കണത്. ബാലിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാ ഇത്ര വില കൂടിയ കേക്കൊക്കെ മേടിക്കണത്? ഒരു ചെറിയ കേക്ക് മേടിച്ചാൽ പോരെ, ഒരു 100-200 രൂപയുടെ കേക്ക് പോരെ, എന്തിനാണ് ഈ 10,000 കേക്ക് മേടിച്ചത്? അതിന് മാത്രം കഴിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയണ്ട, അച്ഛാ ഈ കേക്ക് ഞാനാണ് മിത്രക്ക് വാങ്ങിച്ചു കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ ഇത്രയും പേരില്ല, വലിയ കേക്ക് തന്നെ വേണ്ടേ അച്ഛാ എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവി പറയണ്ടു, ഹോ എന്തിനാ മീനാക്ഷി പൈസ കൊടുത്ത് ഇത്രയും വലിയ കേക്ക് മേടിച്ചത്? എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ കേക്ക് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. എന്ത് ദേവിയടുത്തേക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാവോ? ഈ റെഡ് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ അറിയാവോ എന്നൊക്കെ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ അറിയാവോ? ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ അറിയാവോ? പിന്നെ അതൊക്കെ എനിക്കറിയാം, എനിക്ക് ഓൺലൈനിൽ ഒരു പ്രാവശ്യം നോക്കിയാൽ മതി, ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. ആണോ? എങ്കിലൊരു കാര്യം ചെയ്യും, അടുത്ത മാസം ആകാശിന്റെ പിറന്നാളാണ്, ദേവി എടുത്ത് നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി തരാവോ? പിന്നെന്താ, ആകാശിന്റെ പിറന്നാളിന് ഈ ഏടത്തിലെ വക റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയാണ്. ആ സമയത്ത് ബാലൻ പറഞ്ഞിട്ട്, കണ്ടില്ലേ ഇതാണ് കുടുംബത്തിൽ പിറന്ന പെമ്പിള്ളേര്, അങ്ങനെ 10 പൈസ പുറത്ത് കളയാണ്ട് നോക്കിയിട്ട് വീട്ടിൽ തന്നെ സാധനങ്ങൾ വെച്ചുണ്ടാക്കണത് കണ്ടില്ലേ? അത് മാത്രല്ല, വീട്ടില് സാധനങ്ങൾ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ രണ്ടുണ്ട് ഗുണം, പൈസ പോകത്തുമില്ല, മാത്രല്ല നമ്മുടെ വയറിന് കേടാവാത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ദേവിമോളുടെ അച്ഛനും അമ്മയും ദേവിമോളെ നല്ല രീതിയിലാണ് വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് ദേവിമോളുടെ എല്ലാ സ്വഭാവങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട്, അയ്യോ അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ, അപ്പൊ നമ്മളൊക്കെ ചീത്തയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചല്ല മീനാക്ഷി ഞാൻ പറഞ്ഞത്. അല്ല, ദേവിമോളുടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ പോലും ദേവിയെടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലേ? ശരിക്കും നിങ്ങളുടെ ഒരു അമ്മയുടെ സ്ഥാനമാണ് ദേവിയെടുത്തേക്ക്. അത്ര ഒരു ഇതാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഞാനും ഗോമതി കുറച്ച് നാളുകളൊക്കെ ഉണ്ടാവില്ല, നമുക്ക് പ്രായമായി വരുന്നല്ലേ, പിന്നെ ഈ കുടുംബം നോക്കണം. ശരിക്കും പറഞ്ഞാൽ ദേവിക്ക് കയ്യിൽ ഭദ്രമാണ് ഈ കുടുംബം എന്നൊക്കെ പറയാണ്. മീനാക്ഷി മിത്രം പരസ്പരം മുഖം നോക്കി, ഭദ്രം ഭദ്രം, നിങ്ങളങ്ങോട്ട് പരലോകത്ത് പോവാണെങ്കിൽ ദേവിയെടുത്ത് ഈ കുടുംബം 3-4 കഷ്ണമൊക്കെ അങ്ങോട്ട് ഭാഗിക്കും എന്നൊക്കെ പരസ്പരം മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനന്ദ് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പണിക്ക് പോയിട്ട് വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുന്നു കേട്ടോ. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ ആ ഒരു നല്ലൊരു സ്വഭാവം ആ വീട്ടിലെ എല്ലാവർക്കും മനസ്സിലാവണം കേട്ടോ. ദേവി എന്തൊക്കെ പറഞ്ഞാൽ കുറച്ച് ഒരു പൊങ്ങച്ച സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലേ, ആനന്ദ് എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. ആനന്ദിന് ആക്സിഡന്റ് പറ്റുമ്പോൾ ദേവിയുടെ ആ ഒരു സ്വഭാവം ശരിക്കും ദേവി തലകറങ്ങി വീഴും. എത്രമാത്രം സ്നേഹിക്കും അവർ തലകറങ്ങി വീഴുന്നത്. അത് മാത്രമല്ല, ആ ദേവിക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളും, അത് ദേവിക്ക് പ്രഷറൊക്കെ കൂട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് കാണുമ്പോൾ ഇത്രയും പരസ്പരം പറയണ്ടോ, എത്രയൊക്കെ എന്ത് സ്നേഹമാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ദേവിയെടുത്തേക്ക് ആനന്ദേട്ടനോട്. അവരെന്തൊക്കെ ഉടായ്പ അവരുടെ വീട്ടുകാരാണെങ്കിലും അവർക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനന്ദേട്ടനോട് മാത്രമല്ല നമ്മുടെ അടുത്തും അങ്ങനെയൊക്കെ തന്നെയാന്ന് പറയാണ്. അപ്പം മുതലാണ്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ പരസ്പരം സ്നേഹിച്ചൊക്കെ ആ ഒരു ഏട്ടത്തി അനിയത്തിമാരുന്ന രീതിയിൽ സ്നേഹിച്ചൊക്കെ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.